ഗൈസ്, കേരള ബ്ലാസ്റ്റേഴ്സിന്റെ CEO ആയിട്ടുള്ള അഭിക് ചാറ്റർജി പുള്ളിക്ക് വല്ലാത്ത തരത്തിലുള്ളൊരു ഹെയ്റ്റ് അല്ലെങ്കിൽ അത്ര നല്ലൊരു ഇമേജ് ഒന്നും അല്ല ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ ഇടയിലുള്ളത് എന്നുള്ളത് നമുക്കറിയാം. സോ ഇത്രയ്ക്കധികം ഒരു ഹെയ്റ്റ് പുള്ളി ഡിസേർവ് ചെയ്യുന്നുണ്ട്, പ്രത്യേകിച്ച് സീസണിൻ്റെ ഇടയിൽ വന്നിട്ടുള്ളൊരു CEO കൂടിയാണല്ലോ അദ്ദേഹം. അപ്പം ഇങ്ങനെ ഒരു കാര്യമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റീസൺ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ, പുള്ളിയുടെ ആ ഒരു ഒബ്സഷൻ സ്റ്റേറ്റ്മെൻറ്റ് തന്നെയായിരുന്നു. അതുപോലെ സോഷ്യൽ മീഡിയയിൽ കയറിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ചില കമൻറ്റുകൾ, പിന്നെ പോഡ്കാസ്റ്റിൽ വന്നിരുന്ന് പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങൾ, ഇപ്പോൾ ഏറ്റവും റീസെൻ്റ്ലി ഫാൻ ഫോറത്തിൽ പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള പല സ്ഥലങ്ങളിലും അദ്ദേഹത്തിൻ്റെ വേർഡ്സ് അത് ആരാധകരിൽ കൺവേ ആയത് നിങ്ങൾ ഒന്നും പറയുന്നതല്ല ശരി, ഞാൻ പറയുന്നതാണ് ശരി എന്ന് പറയുന്ന ഒരു രീതിയുള്ളൊരു മനുഷ്യനാണ് എന്നുള്ളതാണ്. അങ്ങനെയാണ് പുള്ളി എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ ഇമേജ് കൺവേ ആയത് അങ്ങനെയാണ് എന്നുള്ളതാണ്. പിന്നെ പുള്ളി കഴിഞ്ഞ ദിവസം ഒരു ഇൻസ്റ്റയിൽ മറ്റൊരു പോസ്റ്റ് ഇട്ടുണ്ടായിരുന്നു, നെക്സ്റ്റ് സീസണിൽ ചേഞ്ചസ് ഉണ്ടാകും, മാറ്റങ്ങൾ ആ രീതിയിൽ വർക്ക് ചെയ്യും എന്നൊക്കെയുള്ള സംഭവങ്ങളൊക്കെ. പക്ഷേ അതിനും അത്ര നല്ല സ്വീകാര്യതയൊന്നും കിട്ടിയില്ല എന്നുള്ളതാണ്. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം, പുള്ളിയുടെ മുൻകാലങ്ങളിലുണ്ടായിട്ടുള്ള ഈ പറഞ്ഞ കാര്യങ്ങളിൽ അത്ര ഒരു ഇമേജ് അദ്ദേഹത്തിന് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിച്ചിട്ടില്ല എന്നുള്ളൊരു ഫാക്ടറുണ്ട്. അതുമാത്രമല്ല, നമുക്കറിയാമല്ലോ ഇത് ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് ഭയങ്കര യൂസ്ഫുള്ളാണ്. കാരണം മുമ്പൊക്കെ ബ്ലാസ്റ്റേഴ്സിൽ ഒരു പുതിയ ഒരു സ്പോർട്ടിങ് ഒരു ജോബിലേക്ക് ഒരാൾ വരുമ്പോഴത്തേക്കും ആരാധകർ വലിയ പ്രതീക്ഷയാണ്, അവർ ചേഞ്ചസ് ഉണ്ടാക്കുമെന്ന രീതിയിൽ ഹൈപ്പ് ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പം ആദ്യം വരുൺ ട്രിപ്പിനെയും 2017 വന്ന സമയത്ത് അന്ന് റെനയെ കൊണ്ടുവന്നു, പിന്നെ യുണൈറ്റഡിൽ നിന്ന് മൊത്തത്തിൽ പ്ലേയേഴ്സിനെയൊക്കെ കൊണ്ടുവരുന്നൊരു സാഹചര്യം ഉണ്ടായി. എന്നിട്ട് നമുക്കറിയാം പിന്നീട് എന്താണ് സംഭവിച്ചതെന്നുള്ളത്. അതിനുശേഷം വന്നിട്ടുള്ള വീരൻ ഡിസിൽവ, അദ്ദേഹത്തിനും വലിയതായിട്ടൊന്നും ചെയ്യാൻ സാധിച്ചില്ല. അതിനുശേഷമാണ് നിഖിലും കരോളിസും ഒക്കെ വരുന്നത്. അവർ വന്നതിന് ശേഷം ചേഞ്ചസ് ഉണ്ടായിട്ടുണ്ട്, പക്ഷേ ഈ പറഞ്ഞതുപോലെ ഒരു സക്സസ്സിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിച്ചിട്ടില്ല. പിന്നെ ഈ ചേഞ്ചസ് ഉണ്ടായി എന്ന് പറയുന്നത് ഇവാൻ്റെ അണ്ടറിലുള്ള 3 സീസണാണ്. ചില സമയത്ത് നമ്മൾ ചിന്തിച്ചു പോകും, അത് ഒരു ഇവാനിസത്തിൻ്റെ ഒരു രീതിയിൽ നമുക്ക് കിട്ടിയതായിരുന്നോ? കാരണം അതിന് മുമ്പുള്ള ഒരു സീസണും അതിന് ശേഷമുള്ള ഒരു സീസണും റിസൾട്ടുകൾ അല്ലെങ്കിൽ നമ്മുടെ പെർഫോമൻസുകൾ അതൊക്കെയാണ് നമുക്ക് മനസ്സിലാക്കി തരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞവരൊക്കെ തന്നെ ഒരുപാട് വാഗ്ദാനങ്ങൾ ഒക്കെ തന്നെ നൽകിയിട്ടുണ്ട്. അപ്പം ആ ഒരു ആരാധകർക്ക് ഇപ്പോൾ അത് മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട്. പലരും ഇങ്ങനെ ഒന്ന് പ്രോമിസ് ചെയ്യും, അത് പ്രവൃത്തിയിൽ വരുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെ എനിക്ക് പേഴ്സണലി ഇപ്പോൾ അഭിക്കിൻ്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ, പുള്ളി പറഞ്ഞ കാര്യങ്ങൾ അദ്ദേഹത്തിന് ഒരു ആത്മാർത്ഥമായിട്ടുള്ളതായിരിക്കട്ടെ, അദ്ദേഹത്തിന് വർക്ക് ചെയ്യാൻ സാധിക്കട്ടെ, അതിൽ നിന്ന് നമുക്കൊരു ബെറ്റർ റിസൾട്ട് ഉണ്ടാകട്ടെ എന്ന് ഉള്ളത് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. പിന്നെ വേർഡ്സ് ഒരുപാട് പറയാതിരിക്കുക, ആക്ഷൻസിലൂടെ അത് ഒരു സക്സസ്സിലേക്ക് നയിക്കുക. അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ ആരും ഒന്നും പറയാൻ നിൽക്കത്തില്ല. പിന്നെ ഈ ഓരോരുത്തർ പറയുന്നതനുസരിച്ച് അത് പിന്നെ മാനേജ്മെൻറ്റിന് വിഷമമാണ്, പ്ലേയേഴ്സിന് വിഷമാണെന്നൊന്നും പറയേണ്ട ആവശ്യകതയേ വരുന്നില്ല. നല്ല രീതിയിൽ വർക്ക് ചെയ്യേണ്ട ആവശ്യകത മാത്രമേ ഉള്ളൂ. ഇപ്പം ഞാൻ എക്സാമ്പിൾ മുമ്പും പറഞ്ഞിട്ടുള്ളതാണ്, മന്ദ തമാനെ എന്ന് പറഞ്ഞുള്ള നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിൻ്റെ CEO, അവർക്ക് ഇത്ര പോലും ബഡ്ജറ്റ് ഇല്ലാഞ്ഞിട്ട് പോലും അദ്ദേഹം വന്നതിന് ശേഷം ആ ഒരു ചേഞ്ച് ഉണ്ടായതും, ഇപ്പം ഡ്യൂറൻ കപ്പെങ്കിൽ അത് അടിച്ചതും, ഇപ്പം നോർത്ത് ഈസ്റ്റിൻ്റെ ഒരു ISL പെർഫോമൻസും ഒക്കെ ആ ഒരു പുള്ളി അധികം സംസാരിക്കാറൊന്നുമില്ല, പക്ഷെ അത് പ്രവൃത്തിയിലൂടെയാണ് കാണിച്ചു തരുന്നത്. പിന്നെ ഈ പറഞ്ഞ ചില അപ്പോയിൻമെൻറ്റ്സും കാര്യങ്ങളിലേക്കൊക്കെ വരുമ്പോഴത്തേക്കും ഇദ്ദേഹം വന്നതിന് ശേഷം ചില പേഴ്സണൽ ഇൻട്രസ്റ്റ്, അതായത് റിലേറ്റീവ്സ് ഫ്രണ്ട്സിനെയൊക്കെ കയറ്റിയിട്ടുണ്ട് എന്നുള്ള ഒരു കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. പക്ഷേ അതൊക്കെ ഇപ്പം പ്ലേയേഴ്സിൻ്റെ കാര്യത്തിലാണെങ്കിലും കോച്ചിങ് സ്റ്റാഫിൻ്റെ കാര്യത്തിലാണെങ്കിലും അങ്ങനത്തെ ഒരു ഇൻട്രസ്റ്റുകൾ ഇല്ലാതെ ഏറ്റവും എലിജിബിൾ ആയിട്ടുള്ളവരെ ചൂസ് ചെയ്യാനുള്ള രീതിയിലേക്ക് തന്നെ വരട്ടെ എന്നുള്ളത് ആഗ്രഹിക്കുകയാണ്. നമ്മളെല്ലാം ആഗ്രഹിക്കുന്ന ആ കാര്യങ്ങളാണ്. പോസിറ്റീവായിട്ടുള്ള റിസൾട്ടുകൾ ഉണ്ടാകണം, സക്സസ് ഉണ്ടാകണം, ട്രോഫി വിൻ ചെയ്യണം, എപ്പോഴും പറയുന്ന പോലെ തന്നെ അത് പുള്ളിക്ക് നേടാൻ സാധിക്കട്ടെ എന്നുള്ളതാണ് ഫാൻ എന്ന നിലയിൽ ആഗ്രഹിക്കുന്നത്. മറ്റൊരു വാഗ്ദാനം നൽകി പോകുന്ന ഒരാളായിട്ട് മാറാതിരിക്കട്ടെ, അത്രേ പറയാനുള്ളൂ. ദാറ്റ്സ് ഇറ്റ് ഗേസ്. അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻസ് എന്താണെന്ന് ചോദിച്ചാൽ കമ്പോസ് സൈനിങ് ഓഫ്.